തൃശൂരിലെ വോട്ടുകൊള്ള തന്നെയാണ് വിഷയം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തൃശൂരിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ മീഡിയ വൺ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. 30,000-നും 60,000-നും ഇടയിൽ കള്ളവോട്ടുകൾ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ചേർത്തിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കണക്കുകൾ ഒന്ന് പരിശോധിച്ചാൽ നമുക്കത് കൃത്യമായി വ്യക്തമാവുകയും ചെയ്യും. 2024 തെരഞ്ഞെടുപ്പ് നോക്കിയാൽ 6 മണ്ഡലങ്ങളിലാണ് 1 ലക്ഷത്തിൽ കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഒന്നാമതുള്ളത് തൃശൂർ തന്നെ. അതായത് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വോട്ട് വർദ്ധിച്ചത് തൃശൂരിലാണ് എന്നർത്ഥം. 2019 തെരഞ്ഞെടുപ്പ് നോക്കിയാൽ വോട്ടർമാരുടെ എണ്ണത്തിൽ 9ാം സ്ഥാനത്തായിരുന്നു അന്ന് തൃശൂർ. എന്നാൽ 2024 ആയപ്പോൾ തൃശൂരിൽ 1,66,673 വോട്ടർമാർ കൂടിയിട്ടുണ്ട്. അതായത് 10.97% വർധന. 2019-ലെയും 2024-ലെയും തെരഞ്ഞെടുപ്പുകളിലെ ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടർമാരുടെ എണ്ണവും മുകളിൽ സൂചിപ്പിച്ചതുപോലുള്ള ക്രമാതീതമായ വർധനയുമാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. വിശദമായി തന്നെ നമുക്ക് ഗ്രാഫിക്സിന്റെ സഹായത്തോടുകൂടി പരിശോധിക്കാം. സംസ്ഥാനത്തെ ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിലെ 2019-ലെയും 2024-ലെയും കണക്കുകളാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. കാസർഗോഡ് മണ്ഡലം നോക്കുകയാണെങ്കിൽ 2019-ൽ 13,63,937 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. അത് 2024-ലേക്ക് വരുമ്പോൾ 14,55,530 ഉയർന്നിട്ടുണ്ട്. ഈ വോട്ട് വ്യത്യാസം എത്രയാണ് എന്ന് നോക്കിയാൽ 91,593 വോട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ശതമാനക്കണക്കിൽ 6.72% വർധനയാണ് കാസർഗോഡ് 2019-ൽ നിന്ന് 2024-ലേക്ക് എത്തുമ്പോഴേക്ക് മാറ്റം വന്നിരിക്കുന്നത്. ഇനി കണ്ണൂർ മണ്ഡലം നോക്കുകയാണെങ്കിൽ 12,66,550 ആയിരുന്നു 2019-ലെ വോട്ട് നില എന്ന് പറയുന്നത്, വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത്. എന്നാൽ 2024 ആകുമ്പോൾ അത് 13,63,080 ഉയർന്നിട്ടുണ്ട്. അതും കൂടുതൽ 96,530 വോട്ടിന്റെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. വോട്ട് ശതമാനം നോക്കുകയാണെങ്കിൽ 7.62% വർധനയാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ വന്നത്. ഇനി വടകരയിലേക്ക് പോകാം. വടകര നോക്കിയാൽ 12,88,926 ആയിരുന്നു 2019-ൽ വടകര മണ്ഡലത്തിലെ വോട്ടർമാരുടെ എണ്ണം. 2024 ആകുമ്പോൾ തീർച്ചയായും വ്യത്യാസം വന്നിട്ടുണ്ട്. 14,24,792 അത് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ വോട്ടിന്റെ വ്യത്യാസം ഒന്ന് പരിശോധിച്ചാൽ 1,35,866, അതായത് 10.54% ഒരു വ്യത്യാസമാണ് വടകര മണ്ഡലത്തിൽ വന്നിരിക്കുന്നത്. 1 ലക്ഷം കടന്നിരിക്കുന്നു, ഓർമ്മിപ്പിക്കുകയാണ്. ഇനി വയനാട് മണ്ഡലത്തിലേക്ക് പോയാൽ അത് 2019-ലെ കണക്കുകൾ 13,54,679 വോട്ടർമാരാണ് 2019-ലെ കണക്കുകൾ പ്രകാരമുള്ളത്. എന്നാൽ അത് 2024-ലേക്ക് വരുമ്പോൾ 14,84,472 ഉയർന്നിട്ടുണ്ട്. അവിടെയും 1 ലക്ഷം കടക്കുകയാണ് കണക്കുകൾ. 7.71% വോട്ട് വർധനയാണ് 2024 ആവുമ്പോഴേക്കും വയനാട് മണ്ഡലത്തിൽ വന്നിരിക്കുന്നത്. അടുത്ത മണ്ഡലം നോക്കാം. കോഴിക്കോട് മണ്ഡലത്തിലെ 2019-ലെ കണക്കുകൾ 13,18,024 വോട്ടാണ് അന്ന് ഉണ്ടായിരുന്നത്. എന്നാൽ 2024 ആകുമ്പോഴേക്ക് 14,32,508 വോട്ടർമാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അത്രയായി കൂടിയിട്ടുണ്ട്. അപ്പോൾ വോട്ടിലെ വ്യത്യാസം നോക്കിയാൽ 1,14,484. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 ലക്ഷം കടന്നത് നേരത്തെ വടകരയായിരുന്നു. ഇപ്പോൾ കോഴിക്കോടും 1 ലക്ഷം കടന്നിട്ടുണ്ട്. 2024-ലേക്ക് വരുമ്പോൾ വോട്ടർമാരുടെ എണ്ണം അത് 8.69% ഒരു വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നത്. മലപ്പുറത്തേക്ക് വന്നാൽ 13,70,544 ആയിരുന്നു 2019-ലെ കണക്ക്. 2024-ലേക്ക് വരുമ്പോൾ അത് 14,80,714 ആയിട്ടുണ്ട്. അതും നേരിയ ഒരു കണക്ക് തന്നെയാണ്. 1 ലക്ഷത്തിനടുത്തുള്ള വോട്ട് വർധനയുണ്ടായിട്ടുണ്ട്. 8.04% വോട്ടിന്റെ വർധനയാണ് മലപ്പുറം മണ്ഡലത്തിൽ ഉണ്ടായത്. ഇനി അടുത്ത മണ്ഡലം പൊന്നാനി മണ്ഡലമാണ്. അത് 2019-ലെ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ 13,56,803 വോട്ടാണ് ഉണ്ടായിരുന്നത്. അത് 2024-ലേക്ക് വരുമ്പോൾ 14,71,260 ഉയർന്നിട്ടുണ്ട്. അവിടെയും 1 ലക്ഷത്തിന്റെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. 1,14,457 വോട്ടർമാർ കൂടിയിട്ടുണ്ട് 2024-ലേക്ക് വരുമ്പോൾ. ഏകദേശം 8.44% ഈ വോട്ട് വ്യത്യാസം എന്ന് പറയുന്നത്, വോട്ട് ശതമാനം എന്ന് പറയുന്നത്. ഇനി അടുത്തത് പാലക്കാട് മണ്ഡലമാണ്. പാലക്കാട് മണ്ഡലം 2019-ലെ തെരഞ്ഞെടുപ്പിൽ 13,23,010 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. അത് 2024-ലേക്കായപ്പോൾ
10,914,000. അത് 1 ലക്ഷത്തിലേക്ക് കടന്നിട്ടില്ല വോട്ടർമാരുടെ എണ്ണത്തിലുള്ള വർധന. ഏകദേശം 77,904 വോട്ടർമാരാണ് അധികമായി ചേർക്കപ്പെട്ടത്. അത് 5.89% മാത്രം. ഇനി അടുത്ത മണ്ഡലം ആലത്തൂർ മണ്ഡലമാണ്. ആലത്തൂർ മണ്ഡലത്തിൽ 2019 12,68,794 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. 2024 വരുമ്പോൾ നേരിയ ഒരു വ്യത്യാസം, 1.5 ലക്ഷത്തിലധികമുള്ള ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അവിടെ 13,40,183 ആണ് 2024 കണക്ക് പ്രകാരമുള്ള വോട്ടർമാരുടെ എണ്ണം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 73,389 വോട്ടർമാർ അധികമായി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതും 5.79% മാത്രമാണ് ഈ വർധന. അടുത്തതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേരളത്തിലെ ശ്രദ്ധാകേന്ദ്രം, ഇപ്പോൾ പ്രധാന വിഷയമായി കൊണ്ടിരിക്കുന്ന തൃശൂർ മണ്ഡലം. തൃശൂർ മണ്ഡലം പരിശോധിച്ചാൽ 2019 തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് 13,37,110 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. ഇനി 2024 വന്നാൽ 14,83,783 വോട്ടർമാരായി എണ്ണം കൂടിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 1,46,673 അധിക വോട്ടർമാർ, അതായത് 1.5 ലക്ഷത്തിനടുത്ത് അധിക വോട്ടർമാർ ഈ 2019 2024 ഇടയിലുള്ള കാലയളവിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. അത് നോക്കിയാൽ ഏകദേശം 10.97% ഒരു വോട്ട് വർധന, വലിയ ഒരു വോട്ട് വർധന തന്നെയാണ് തൃശ്ശൂരിൽ ഉണ്ടായത്. അടുത്ത മണ്ഡലം ചാലക്കുടി മണ്ഡലമാണ്. ചാലക്കുടി മണ്ഡലം പരിശോധിക്കുകയാണെങ്കിൽ 12,30,197 വോട്ടർമാരാണ് 2019 തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായിരുന്നത്. അത് 2024 വരുമ്പോൾ 13,11,257 ആയിട്ടുണ്ട്. പക്ഷേ അധികമില്ല, വെറും 6% വർധന മാത്രമാണ് ഉണ്ടായത്. എറണാകുളം മണ്ഡലം പരിശോധിച്ചാൽ 12,47,972 വോട്ടർമാരാണ് 2019 തെരഞ്ഞെടുപ്പിന്റെ സമയത്തുണ്ടായിരുന്നത്. അതിൽ 78,785 വോട്ടർമാർ 2024 ആകുമ്പോഴത്തേക്ക് കൂടുതലായി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതായത് 13,24,757 പേരാണ് 2024 തെരഞ്ഞെടുപ്പിലെ വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത്. അതും ഈ സൂചിപ്പിച്ചതുപോലെ വെറും 6.32% വർധന മാത്രമാണ് എറണാകുളം മണ്ഡലത്തിലും വന്നത്. അടുത്ത മണ്ഡലം ഇടുക്കി മണ്ഡലമാണ്. ഇടുക്കി മണ്ഡലത്തിലേക്ക് പോയാൽ 2019 തെരഞ്ഞെടുപ്പ് പ്രകാരം 12,04,191 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. അത് 2024 വരുമ്പോൾ വളരെ കുറച്ച് മാത്രമാണ്, 12,51,172 വോട്ടർമാരായിട്ടുള്ള ഒരു വർധന. ഏകദേശം അര ലക്ഷത്തിൽ താഴെ മാത്രം, അതായത് 46,981 അധിക വോട്ടർമാരാണുള്ളത്. വെറും 3.9% ഒരു വോട്ട് വർധന മാത്രമാണ് ഇടുക്കിയിലുള്ളത്. അടുത്തത് കോട്ടയം മണ്ഡലം. 12,06,698 പേരാണ് 2019 തെരഞ്ഞെടുപ്പ് സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വോട്ടർമാർ. അത് 2024 ആകുമ്പോഴത്തേക്കും 12,56,138 ഉയർന്നിട്ടുണ്ട്. 49,000 ആളുകളുടെ ഒരു വ്യത്യാസമുണ്ട്. 4.1% വർധന മാത്രമാണ് വോട്ട് വർധനയിൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അടുത്തത് ആലപ്പുഴ മണ്ഡലമാണ്. ആലപ്പുഴ മണ്ഡലത്തിൽ 2019 തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് 13,56,701 വോട്ടർമാരുണ്ടായിരുന്നു. അത് 2024 ആകുമ്പോഴേക്കും 49,000, ഏകദേശം 50,000-നടുത്ത് വോട്ടർമാർ അധികമായി ചേർക്കപ്പെട്ടിട്ടുണ്ട്. 14 ലക്ഷത്തിലധികമായി ഈ വോട്ട് നിലയം മാറിയിട്ടുണ്ട്. അടുത്ത മണ്ഡലം മാവേലിക്കര മണ്ഡലമാണ്. 2019 മാവേലിക്കര മണ്ഡലത്തിൽ 13,08,102 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. അത് 2024 വരുമ്പോൾ ഏകദേശം 31,000 വോട്ട് അധികമായി ചേർക്കപ്പെട്ടിട്ടുണ്ട്. 13 ലക്ഷമായി മാറിയിട്ടുണ്ട്. എങ്കിലും 2.37% മാത്രം ഒരു വോട്ട് വർധനയാണ് മാവേലിക്കര മണ്ഡലത്തിലും ഉണ്ടായത്. ഇനി പത്തനംതിട്ട മണ്ഡലത്തിലേക്ക് വന്നാൽ അവിടെ 2019 13,82,741 വോട്ടർമാരുണ്ടായിരുന്നു. അതും 51,000 വോട്ടർമാരുടെ എണ്ണം കൂടുതൽ 2024 വരുമ്പോൾ നമുക്ക് കൂടുതലായി കാണാൻ കഴിയുന്നുണ്ട്. അവിടെയും കൂടുതലല്ല, 3.57%, വെറും അടുത്ത് ഒരു 4%-നടുത്തുള്ള ഒരു വോട്ട് വർധനയാണ് പത്തനംതിട്ട മണ്ഡലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്ത മണ്ഡലം കൊല്ലം മണ്ഡലമാണ്. അവിടെ 2019 12,96,720 വോട്ടർമാരായിരുന്നു. 2024 വരുമ്പോൾ അത് 13,30,873 ഉയർന്നിട്ടുണ്ട്. വളരെ കുറച്ചാണ്, 34,000 ചിലവാനും വോട്ടുകൾ മാത്രമാണ് വർദ്ധിച്ചിരിക്കുന്നത്. 2.63% മാത്രമുള്ളൊരു വർധന. അടുത്ത മണ്ഡലം ആറ്റിങ്ങൽ മണ്ഡലമാണ്. അവിടെ 13,50,710 വോട്ടർമാരാണ് 2019 തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഉണ്ടായിരുന്നത്. അത് 2024 വരുമ്പോൾ ഏകദേശം 1.5 ലക്ഷത്തോളം വോട്ടുകൾ കൂടുതലായി ചേർക്കപ്പെട്ടിട്ടുണ്ട്. 14 ലക്ഷമായി അത് ഉയർന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം മണ്ഡലം നോക്കിയാൽ അവിടെയും ഈ സൂചിപ്പിച്ചതുപോലെ വലിയൊരു വർധന നമുക്ക് കാണാൻ കഴിയുന്നില്ല.
13,71,427 2019 അത് 2024 എത്തുമ്പോൾ 14,34,657 ഉയർന്നിട്ടുണ്ട്. 4.61% മാത്രമുള്ള ഒരു വർധനയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി കേരളം മൊത്തമായി നോക്കുകയാണെങ്കിൽ 2019 കേരളത്തിലുണ്ടായിരുന്ന ആകെ വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് 2,62,4,836 നേരത്തെ നമ്മൾ വിശദമായി തന്നെ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസി ഓരോ മണ്ഡലവും പരിശോധിക്കുകയുണ്ടായല്ലോ. അപ്പോൾ ആ ഒരു വോട്ട് വർധന കൂടി പരിശോധിച്ചാൽ 2024 ആകുമ്പോഴേക്ക് ആ 2,62,00,000 എന്നുള്ളത് 2,78,00,000 വർദ്ധിച്ചിട്ടുണ്ട്. അതായത് 16,02,172 വോട്ടാണ് കൂടുതലായി 2019 അപേക്ഷിച്ച് 2024 എത്തുമ്പോൾ കൂടുതലായി കേരളത്തിൽ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ സൂചിപ്പിച്ചതുപോലെ പ്രധാനമായും ഏതൊക്കെ ജില്ലകളിലാണ് വോട്ട് കൂടിയിട്ടുള്ളത് എന്ന് ഒരിക്കൽ കൂടി പരിശോധിക്കാം. ഒരു ലക്ഷത്തിന് മുകളിൽ വോട്ട് കൂടുതലായി ചേർക്കപ്പെട്ട അല്ലെങ്കിൽ 2019 നിന്ന് 2024 എത്തുമ്പോഴേക്ക് 1 ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾ വന്നിട്ടുള്ള 6 മണ്ഡലങ്ങളാണുള്ളത്. അത് ഏറ്റവും അവസാനമുള്ളത് വയനാടാണ്. 1,04,793 വോട്ടുകളാണ് ഈ ഒരു കാലയളവ് കൊണ്ട് കൂടുതലായി അവിടെ വർധന വന്നിരിക്കുന്നത്. ഇനി മലപ്പുറത്തേക്ക് നോക്കിയാൽ 1,16,170 വോട്ടുകൾ മലപ്പുറത്ത് കൂടിയിട്ടുണ്ട്. പൊന്നാനിയിൽ 1,14,457 വോട്ടുകളാണ് കൂടിയത്. കോഴിക്കോട് അത് 1,14,484 വടകരയിൽ 1,35,866 നോക്കൂ. തൃശൂരാണ് ഏറ്റവും മുന്നിലുള്ളത്. ഏറ്റവും കൂടുതൽ വോട്ട് 2019 നിന്ന് 2024 തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് വർദ്ധിച്ചിരിക്കുന്നത് തൃശൂരിലാണ്. അത് 1.5 ലക്ഷത്തിനടുത്ത്, അതായത് 1,46,673 വോട്ടുകൾ തൃശൂർ മണ്ഡലത്തിൽ കൂടുതലായി വന്നിട്ടുണ്ട്. അവിടെ തന്നെയാണ് പല വിധത്തിലുള്ള കള്ളക്കളികൾ നടന്നിട്ടുണ്ട്, ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങളൊക്കെ തന്നെയും ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി പരിശോധിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഏതായാലും കേരളത്തിലെ ഈ BJP നേതാക്കൾ വ്യക്തമായ മറുപടി ഒന്നും തന്നെ ഇതുവരെ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടില്ല. ഇന്നലെ മണ്ഡലത്തിലെത്തിയ MP-യും കമാ എന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല, നമ്മൾ കണ്ടതാണ്. പിന്നെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്നു എന്ന് നമ്മൾ പറയുന്നത് പോലെ ഇത്രയും ഗൗരവതരമായൊരു വിഷയത്തെ പരിഹസിച്ച് തള്ളുകയാണ് K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്നലെ ചെയ്തത്. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് പ്രതിരോധിക്കണമല്ലോ. അപ്പോൾ ദേ വരുന്നു അനുരാഗ് സിംഗ് ഠാക്കൂറിന്റെ ഒരു വാർത്താ സമ്മേളനം. രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്നാണ് ഇതിന്റെ ഒക്കെ തുടക്കമെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ വോട്ട് ക്രമക്കേട് കോൺഗ്രസിന്റെ തന്നെ തലയിടാനാണ് BJPയുടെ നീക്കം. കഴിഞ്ഞ ദിവസം അനുരാഗ് സിംഗ് ഠാക്കൂർ പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം, അതിനുശേഷം ബാക്കി. राहुल जी, प्रियंका जी, आप क्या कर रहे थे? 51,365 वोटर मास एडिशन हुई अन्नम्मा के नाम से 99 साल की उम्र में, थरेसी अम्मा की 99 ईयर्स की उम्र में, खादीजा की 99 ईयर्स की उम्र में. तो ये कैसे हुआ? और केरला जहां बार बार आरोप लगता है इस तरह के कारनामों का, तो क्या राहुल जी अमेठी में हार के बाद वायनाड आप इसीलिए गए थे कि वहां फर्जीवाड़ा आपके लोगों ने आपको चुनाव जिताने के लिए किया था? ये डुप्लीकेट रजिस्ट्रेशन कराने का काम क्या आपके लोगों ने किया था? और UDF LDF ने जो इस्लामिक रेटलाइजेशन का काम किया है और जिसको भारतीय जनता पार्टी वहां पे बार बार चुनौती देती है, और आप वहां पे फर्जी वोट क्या बनाने का काम करते हो आप लोग? അപ്പോൾ അതാണ് ഇന്നലെ BJP പറഞ്ഞത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലും വോട്ടുകൊള്ള നടന്നു എന്നാണ്. പക്ഷേ മുൻ കേന്ദ്രമന്ത്രി കൂടിയായ അനുരാഗ് സിംഗ് ഠാക്കൂറിന്റെ ഈ ആരോപണം തള്ളുകയാണ് ഇവിടെയുള്ള നാട്ടുകാർ. വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട 4,000-ഓളം വോട്ടർമാർ ഒരു വീട്ടിൽ താമസിക്കുന്നു എന്നതാണ് BJPയുടെ ആരോപണമെന്ന് നമ്മൾ കേട്ടു. എന്നാൽ വരദൂരിലെ മറിയവും വള്ളിയമ്മയും 2 വീടുകളിൽ താമസിക്കുന്നവരാണ് എന്നും വരദൂർ ചൗണ്ടേരി എന്ന സ്ഥലത്ത് 2 വീടുകളിലായാണ് ഇരുവരും താമസിക്കുന്നതെന്നൊക്കെ വ്യക്തമാണ്. നമുക്ക് മുകളിൽ അനുരാഗ് സിംഗ് ഠാക്കൂർ പരാമർശിച്ച മറിയമ്മയുടെ തന്നെ പ്രതികരണം കേൾക്കാം ആദ്യം. ഇപ്പോ എന്താ നിങ്ങൾ വീട്ടുപേര്? കുറെ കാലം വോട്ട് ചെയ്യുന്നില്ലേ? അപ്പൊ ഈ ചൗണ്ടേരി എന്ന് പറഞ്ഞ പേരെങ്ങനെയാ വന്നത്? അത് സ്ഥലത്തിന്റെ പേര്. സ്ഥലത്തിന്റെ പേര് വീട്ടുപേരായിട്ട് ചേർത്ത്. ഇപ്പൊ ഈ വള്ളിയമ്മേനെ അറിയോ? വള്ളിയമ്മനെ കൂലിപ്പണിക്ക് പോകുമ്പോ കണ്ടുന്നല്ലാണ്ട് ഇപ്പൊ ഒന്നും കാണാനില്ല. രണ്ടുപേരും ഒരേ വീട്ടിൽ താമസിക്കുന്നു. അങ്ങനെ പറഞ്ഞു. അതാ പണിക്ക് ഒക്കെ വെറുതെ പറയാ. ഇത്രയും കാലമായി ചെറുപ്പത്തിൽ വരെ ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളെ കൂലിപ്പണിക്ക് പോകും. അപ്പൊ അങ്ങനെ കണ്ടു പറ്റിയപ്പെടുന്നല്ലാണ്ട്. രണ്ട് വീട്ടിലാണ്
ഇതിന്റെ ഫൈസൽ ഉള്ളിൽ നെടുമ്പാല വിവരങ്ങൾ നൽകാനായി വയനാട് നിന്ന് ചേരുന്നുണ്ട്. ഫൈസൽ, ഈ കോൺഗ്രസിന്റെ ആരോപണം അവർക്കെതിരെ തിരിക്കാനുള്ള ശ്രമമാണ് BJPയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഫൈസൽ, ഇപ്പോൾ അവിടെ പോയി അവിടുത്തെ ആളുകളുമായൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? അമൃത, നമുക്കറിയാം ഈ രാഹുൽ ഗാന്ധി ഈ വോട്ടിന്റെ ഈ ഒരു വിഷയം വിവാദമായതിനു പിന്നാലെ മറുപടിയൊന്നും ഇല്ലാത്തതിനെ തുടർന്ന് പ്രത്യക്ഷത്തിൽ ഒരു കഴമ്പുമില്ലാത്തൊരു ആരോപണമാണ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള അനുരാഗ് ഠാക്കൂർ ഇപ്പോൾ പ്രസ്താവനയായി പുറപ്പെടുവിച്ചിട്ടുള്ളത്. വയനാട്ടിൽ ഈ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ 4000-ഓളം ആളുകൾ വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരേ വീട്ടിൽ താമസിക്കുന്നു എന്നായിരുന്നു ഏറ്റവും വലിയ പ്രസ്താവന. അതിന് 2 പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ഒരു പ്രസ്താവന നടത്തിയത്. അതിലൊന്ന് പറയുന്നത് മറിയം എന്ന് പറയുന്ന ഒരു ഉമ്മയും അതുപോലെ വള്ളിയമ്മ എന്ന് പറയുന്ന ഒരു സഹോദരി. 2 പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ അനുരാഗ് ഠാക്കൂറിന്റെ പ്രസ്താവന ഉണ്ടായത്. അതിന് അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ ചൗണ്ടേരി എന്ന് പറയുന്ന വീട്ടുപേര് 2 പേർക്കും ഒരേ വീട്ടുപേരാണ്. ഈ 2 പേരും ഒരേ വീട്ടിൽ താമസിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് അവിടെ ചെന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് പ്രത്യക്ഷത്തിൽ തന്നെ ഇതൊരു വാദം തെറ്റാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ചൗണ്ടേരി എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്തിന്റെ, അതായത് കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ വരദൂരിൽ ഉൾപ്പെട്ട പ്രദേശത്തിന്റെ ഒരു പേരാണ് ചൗണ്ടേരി എന്ന് പറയുന്നത്. പല ആളുകളും ഇത്തരത്തിൽ സ്ഥലപ്പേര് വീട്ടുപേരായി സ്വീകരിച്ചു വരുന്നുമുണ്ട്. ഇവിടെ ഈ ചൗണ്ടേരിയിൽ മാത്രമല്ല വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ സ്ഥലപ്പേര് വീട്ടുപേരായി ഉപയോഗിച്ച് വരുന്ന ഒരു സ്ഥിതിയാണ്. ഇത് കൃത്യമായി മനസ്സിലാക്കാതെയുള്ള പൊള്ളയായ ഒരു വാദം തന്നെയാണ് എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ വീട്ടുകാരും നാട്ടുകാരൊക്കെ തന്നെ ഈ വാദത്തെ പരിപൂർണമായും തള്ളിക്കളയുകയാണ്. ഈ 2 പേരും 2 വീടുകളിൽ താമസിക്കുന്ന ആളുകളാണ്. അത് മാത്രമല്ല ഈ 2 വീടുകളിൽ തമ്മിൽ 1 കിലോമീറ്ററിലധികം വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. നമുക്ക് അവിടെ ചെന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന, നേരിട്ട് തന്നെ ആർക്കും ബോധ്യപ്പെടാവുന്ന ഒരു കാര്യം കൂടിയാണിത്. അമൃത, ശരി, ഏതായാലും വ്യക്തമാണ് ഈ സൂചിപ്പിച്ചതുപോലെ പരാമർശം കോൺഗ്രസിനെതിരെ തന്നെ തിരിച്ചുവിടാനുള്ള ഒരു ശ്രമമാണ് BJP നടത്തിയത്. പക്ഷേ അത് പൊളിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ.